നേമത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ നില കുറെ കൂടി സുരക്ഷിതമായി എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു. നേമം രാജീവ് ചന്ദ്രശേഖർ പിടിച്ചെടുത്തിരിക്കുന്നു. നേമം രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാക്കിയിരിക്കുന്നു. നേമം പൂട്ടിയ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ രാജീവം വിടർന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറും ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി കളക്കൂട്ടത്തേക്ക് വിനീഷ് ഗൗതം കളക്കൂട്ടം കൂടി ഒന്ന് വിരിഞ്ഞാൽ മതി. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഇനി എണ്ണാനുള്ള റൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഉറപ്പിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. നിയമം ഒരിക്കൽ തുറന്നു, പിന്നെ നിങ്ങൾ ഒത്തു കളിച്ചു പൂട്ടിയ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം കാണിച്ച് പൂട്ടിയ അക്കൗണ്ട് ഇനി ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞ നിയമം കേരളത്തിലെ ഗുജറാത്താണ്. കേരളത്തിലെ ഗുജറാത്താണ് നിയമം. അതാണ് അല്ല, ഇപ്പൊ ചാത്തന്നൂരുമായി അങ്ങനെ രണ്ട് ഗുജറാത്ത്. ഇനി യു പി ഒക്കെ വരും. കഴക്കൂട്ടത്തിന് എന്ത് സംഭവിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്ക് വിനീഷിലേക്ക് പോയാലോ? വിനീഷ് ഉണ്ടോ? PCR വിനീഷ്, വിനീഷ്, വിനീഷ് പോരട്ടെ ആ സന്തോഷ വാർത്ത. ഒരല്പം ഡിലേ ഉണ്ട്. വിനീഷ് പറയും. ഡിലേ ആണ്. ഇപ്പോൾ ഒഫീഷ്യലായി അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു കൃത്യമായ വിവരം നിയമത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നിരുന്ന ഇന്നേജന്റുമാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം നേമത്ത് ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്യാം.